ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് കൊണ്ടാട്ടം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫാണിത്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇന്ത്യൻ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളിയും കൂടി ചതച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തത് കുക്കറിലിട്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു അടച്ചു വെച്ചിട്ടൊരു 4-5 വിസിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബീഫിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇനിയിപ്പോൾ കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി കൊടുത്തതിന് ശേഷം ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. മൊത്തത്തിൽ ഒരു 100% വെന്ത് കിട്ടണ്ട, വെന്തുടഞ്ഞ് പോകണ്ട. നമുക്കിനി ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 90% മാത്രം വെന്തിട്ടുണ്ടായാൽ മതി. ഇനി അഥവാ അത്രയും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വേവിച്ചെടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഒരു 90% ആ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എങ്കിൽ കൂടി ഇതിനകത്ത് കുറച്ച് ചാറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാനിൽ വെച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഒരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ചാറോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ചാറോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ ചാറൊക്കെ നമുക്ക് വറ്റിച്ച് ഈ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു കറുത്ത കളറാവുന്ന വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ബീഫിനെ. അപ്പം നമ്മളിതുപോലെ ഒരു പരന്ന പാനിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമ്മൾ കുഴിയുള്ള പാത്രത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ഇനി ബീഫ് കൊണ്ടാട്ടം വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് അടുത്ത അടുപ്പിൽ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു 6 കൊണ്ടാട്ടം മുളക് ഇട്ട് കൊടുക്കാം. ഒരു 6 എണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്ന വരെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതിനകത്തേക്ക് ഒരു 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ വറുത്തെടുക്കാം. ഇതുകൂടെ വറുത്ത് എടുത്തിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ബീഫിന് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല. എന്നാലും നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചാറൊക്കെ വറ്റി ഇങ്ങനെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇതെടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണേൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കൊണ്ടാട്ടത്തിൻ്റെ പരിപാടി നോക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്കിതിനകത്തേക്ക് ഒരു 4 ചെറുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ഇതോടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സവാളയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ അതൊരു മധുരിപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാള ഒരുപാടൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വളരെ കുറച്ച് തന്നെ ഇട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ട്രാൻസ്പെറൻ്റായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കടിക്കുന്ന രീതി, നമുക്ക് ബീഫിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കൊണ്ടാട്ടം മുളകും വറ്റൽമുളകും ചേർത്തിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മിക്സ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു 2-3 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എങ്കിൽ നമുക്ക് നമ്മളിതിനകത്തേക്ക് ചേർത്തിട്ടുള്ള ആ സവാളേൻ്റെയും ആ ക്രഷ്ഡ് ചില്ലീൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ്, കൊണ്ടാട്ടത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ബീഫിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റോളം തന്നെ ഒന്ന് മിക്സ് ചെയ്തോളൂ, എങ്കിലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി അവസാനമായിട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എരിവൊന്നും കാര്യമായിട്ട് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഇനി കുറച്ചുകൂടി കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലേൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത്. പിന്നെ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.